ഹലോ, ഹായ്. ഞാൻ ആക്ച്വലി ആരാന്നുള്ള ആദ്യം പറയാം. ഐ ആം റോഷൻ. ബാക്കിയെല്ലാം നിങ്ങൾ വഴിയെ അറിയും. ഉള്ള സത്യം ഞാൻ പറയാം. സത്യം എന്താന്ന് വെച്ചാൽ ന്യൂ ഇയർ ആണോ, മോട്ടിവേറ്റഡ് ആണോ, എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്ന് വിചാരിച്ച് തുടങ്ങാൻ വേണ്ടി ഇരുന്ന് ലാസ്റ്റ് കിട്ടി. ഓക്കെ, യൂട്യൂബ് തുടങ്ങാം. ഫ്രഷ് അല്ലേ, എല്ലാവരും തുടങ്ങും. ഞാൻ തുടങ്ങിയ എന്താ, കണ്ടന്റ് എന്തിടും എന്നുള്ളൊരു ആലോചനയിലിരിക്കുമ്പോഴാണ് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ കണ്ടന്റ്. അപ്പൊ നമ്മളെന്തിനും പുറത്തു പോകണം. ആക്ച്വലി എന്നെ കുറിച്ച് പറയാം. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അടുത്ത എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ന്യൂ ഇയർ ആയി, മോട്ടിവേറ്റഡ് ആയി, യൂട്യൂബ് തുടങ്ങാമെന്ന് വിചാരിച്ചു. യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ. ഡിഗ്രി ഞാൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എടുത്തത് ബാംഗ്ലൂരിലായിരുന്നു. ആൻഡ് ഇപ്പോൾ നാട്ടിൽ എറണാകുളത്താണ്. എൻ്റെ വീട് തിരുവനന്തപുരത്താണ്, പക്ഷെ അച്ഛൻ്റെ അമ്മയുടെ വർക്ക് എറണാകുളത്ത് ആയതുകൊണ്ട് എറണാകുളത്ത് നിൽക്കുന്നു. വേറെ ഒരു പണി ഇല്ലാത്തതുകൊണ്ട് വ്ളോഗിങ് തുടങ്ങിയെന്ന് വിചാരിക്കരുത്. കുറച്ച് വെറുതെ ഇരുന്നുകൊണ്ട് വ്ളോഗിങ് തുടങ്ങിയെന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ. കുറേ നാൾ വെച്ചിരുന്ന ഒരു സംഭവമാണ് ഈ വ്ളോഗിങ് തുടങ്ങാൻ. പക്ഷേ ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കുന്ന ഒരു സംഭവമുണ്ട്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഇവര് കേഴ്സ് ബ്രോ. ആരും കെയർ ചെയ്തില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് സംഭവം. അങ്ങനെ ഇന്ന് രാവിലെ പെട്ടെന്നൊരു മോട്ടിവേഷൻ കിട്ടി, അങ്ങനെ തുടങ്ങിയതാണ്. ആക്ച്വലി ഇതൊരു പിയർ പ്രഷറിന്റെ മുകളിലാണോ ഞാൻ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തു എന്ന് കാണുമ്പോൾ വൈ ആം ഐ നോട്ട് ഡൂയിങ് എനിത്തിങ് എന്നൊരു തോന്നലുണ്ടാവും. ആ ടൈമിൽ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തായിരിക്കും വൈ ആർ യു നോട്ട് ഡൂയിങ് എനിത്തിങ്. അങ്ങനെ മോട്ടിവേറ്റഡ് ആയതോ ആവാം, എനിക്കറിയില്ല. ലെറ്റ്സ് സീ വാട്ട്സ് ഗോണ ഹാപ്പൻ. ഐ നീഡ് യുവർ സപ്പോർട്ട്. ഇതിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വേറെ കണ്ടന്റ് മൈൻഡ് വന്നത്. അതായത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ, നമ്മുടെ കൂട്ടുകാരുടെ റിയാക്ഷൻ എടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം അങ്ങോട്ട് പോകാം. ഉമ്മ, ഞാൻ വ്ളോഗിങ് തുടങ്ങുന്നതിൽ അമ്മയുടെ അഭിപ്രായം എന്താണ്? എന്നതാ വ്ളോഗിങ് നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പഠിച്ചു തീർന്നോ വ്ളോഗ് ചെയ്യാൻ? അമ്മ ഇപ്പൊ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ട് ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പൊ തുടങ്ങാമെന്ന് വിചാരിച്ചു. ചെയ്തോളൂ, പക്ഷെ പഠിത്തം കഴിഞ്ഞിട്ടുള്ള കളി ഒക്കത്തുള്ളേ. കാര്യം പറഞ്ഞേക്കാം. അമ്മ ഡിഗ്രി നീ പറഞ്ഞല്ലോ നിന്റെ ഡിഗ്രി കഴിഞ്ഞോ? കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞു, അതുകൊണ്ട് നിർത്താനാണോ ഉദ്ദേശം? അല്ല, ഇപ്പൊ ചുമ്മാ ഇരിക്കട്ടെ, വ്ളോഗിന് പൈസ കിട്ടും. ചുമ്മാ ഇരിക്കണ്ടെന്നേ, ഇയാളൊന്ന് പഠിച്ചോന്ന്. അതാ എനിക്കിഷ്ടം. പഠിത്തമായ ഏറ്റവും വലിയ അസറ്റ്. അതിന്റെ കൂട്ടത്തിൽ സമയമുണ്ട്, ചെയ്തു, സന്തോഷമേ ഉള്ളൂ. പക്ഷെ പഠിത്തം വേണം. നല്ല പൈസ. ഓക്കെ, ബൈ. രാവിലെ പോണം. അച്ഛൻ എത്ര പറയുന്നുണ്ട്, നോക്കാം. ഞാൻ ആക്ച്വലി ഈ വീഡിയോ വ്ളോഗിങ് യൂട്യൂബ് ഒക്കെ തുടങ്ങുന്നത് എന്റെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായമുള്ളൂ. നിന്റെ കോമ്പറ്റീറ്റർ ആയിട്ട് ഞാൻ വരുമെങ്കിലും താഴെ ഞാൻ ട്രയൽ ബേസ് ഇടാം. തുടങ്ങും, നല്ലതാ. വെറുതെ ചുമ്മാ ഇരിക്കണ്ടേ? ആർട്ടിഫിഷ്യൽ റിയാക്ഷൻ ആടാ. നാച്ചുറൽ ആക്കാം. നിങ്ങളുടെ ഫേസിൽ ലൈറ്റ്, എന്റെ ഫേസിൽ ലൈറ്റ് അത് ഇച്ചിരി ഇരുട്ടായി. മിക്ക ഇൻഫ്ലുവൻസേഴ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ വീഡിയോസിലൊക്കെ അവരുടെ ഫ്രണ്ട്സ് വരാറുണ്ട്. ഫ്രണ്ട്സ് വന്ന് വൈബാക്കും. ആക്ച്വലി നമ്മൾ ഇഡ്ഡലി കഴിക്കുന്നത് വീഡിയോ ആയിട്ട് എടുക്കായിരുന്നല്ലേ? പക്ഷെ വേണ്ട, നമ്മൾ ഇഡ്ഡലി കാണാൻ അതൊരു റീലുണ്ട്. പുള്ളിക്കാരി എന്താ ഉദ്ദേശിച്ചെന്നുള്ളൊരു റീൽ. പുള്ളിക്കാരുടെ അച്ഛനും ചേട്ടനും തമ്മിലൊരു കോൺവെർസേഷൻ ആണ് ഈ നാളെ അവസാനം. ആ കോൺഫിഡൻസിനാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. നീ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ബോറടിക്കുമല്ലേ, രാത്രി ഫ്രണ്ട്സ് ആയിട്ട് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ആര് കാണണ്ട? 10 പേര് കാണും മാക്സിമം. അതിൽ കാണുന്ന 10 പേരിൽ ആരെ ലൈക്ക് അടിക്കും? നീ ലൈക്ക് അടിക്കും. ഞാൻ അക്കൗണ്ടിന് ഞാൻ ലൈക്ക് അടിക്കും. എനിക്ക് 2 എണ്ണം ഉണ്ട്, അതിൽ അത്രേ ഉള്ളൂ.